നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹോം പെയിൻറ്റിങ്ങിനെ കുറിച്ച് 2 വീഡിയോസ് ചെയ്തിരുന്നു. അത് 2 എപ്പിസോഡായിട്ട്, ഒരു വീഡിയോ തന്നെ 2 എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ആ സമയത്ത് പല ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ്, ചേട്ടാ ഈ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഭംഗി എന്നുള്ളത് നമ്മൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അത് ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. ഒരു DIY പ്രൊഡക്റ്റ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്കായിട്ട് നമ്മൾ കാത്തിരിക്കണം. പക്ഷേ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതിൽ ഭംഗി മാത്രമല്ല, പ്രൊട്ടക്ഷനും വളരെ വലുതാണ്. ഒരു ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റ്, തിലക് പെയിൻറ്റ്സ്. അതായത് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു നിസ്സാര പൈസയ്ക്ക് സ്ക്വയർ ഫീറ്റിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് വീടിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പിന്നെ എല്ലാവരും ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ, ഇതുപോലുള്ള വീഡിയോസ്, സജഷൻ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള കമൻറ്റുകൾ ഇടുക. നമസ്കാരം. ഇദ്ദേഹമാണ് വിഷ്ണു. അതായത് തിലക് പെയിൻറ്റ്സിൻ്റെ 3ാമത്തെ ജനറേഷനാണ് അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുപക്ഷെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തിലക് പെയിൻറ്റ്സിനെ കുറിച്ച് ഒരു 2 വാക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായും. തിലക് പെയിൻറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനി 1985 ശ്രീ VP നായർ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. കൊല്ലം ശാസ്താംകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത്. ശരിക്കും CNSL, അതായത് കാഷ്യൂ നട്ട് ഷെൽ ലിക്വിഡ്, കശുവണ്ടിയുടെ തോടിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഓയിലാണ് CNSL ഓയിൽ. ഇവിടുന്ന് ജപ്പാനിലേക്കും അമേരിക്കയിലേക്കും ഒരുപാട് എക്സ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഇവിടെ മാനുഫാക്ചർ ചെയ്യാം എന്നുള്ള ആ ഒരു ഐഡിയയിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് 85-ൽ. അത് മെയിനായിട്ടൊന്ന് വുഡ് കോട്ടിങ്സും മെറ്റൽ കോട്ടിങ്ങും പിന്നെ കോൺക്രീറ്റ് വാട്ടർ പ്രൂഫിങ് പെയിൻറ്റ്. ഒരുപക്ഷെ വാട്ടർ പ്രൂഫിങ് പെയിൻറ്റ് ഇന്ന് വളരെ കോമൺ ആണ്. 86-ൽ 87-ൽ അന്ന് വൈഡ്ലി നോൺ അല്ല ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടെന്നുള്ളത്. ഞാൻ ദുബായിലായിരുന്നു ഒരു 6 വർഷത്തോളം. 2019-ൽ നാട്ടിലേക്ക് വരികയും ഈ പ്രോഡക്റ്റിൻ്റെ ചില ഗുണങ്ങൾ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതിൽ നിന്ന് ഫർദർ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അതിൽ നിന്ന് എങ്ങനെ മോഡിഫൈഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാമെന്നുള്ള ഒരു R&D ചെയ്ത് ഏകദേശം ഒരു 6 മാസത്തോളം സമയം എടുത്തു. അത് NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി, ഇവിടെ തിരുവനന്തപുരത്ത്, അവിടെ നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് പല സാമ്പിൾസ് R&D ചെയ്ത് അവിടുത്തെ സയൻറ്റിസ്റ്റ് 1-2 പേരുടെ സഹായത്തോടു കൂടി നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഒരു യുണീക്നെസ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങളുടെ എല്ലാം. ഇപ്പോൾ അജയ് പറഞ്ഞ പോലെ ഒരു ഹോം പ്രൊട്ടക്ഷൻ, വീട്ടിലേക്ക് വേണ്ട വുഡ്, മെറ്റൽ, ഇപ്പോൾ കോൺക്രീറ്റ്, വാട്ടർ പ്രൂഫിങ്, സ്റ്റോൺ, ബ്രിക്ക്, ഏത് ഒരു മെറ്റീരിയലിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന കോട്ടിങ്സ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പ്രോഡക്ട്സിൻ്റെ ഐഡിയ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. അതായത് ഒരാളുടെ സഹായം കൂടാതെ സ്വന്തമായി എങ്ങനെ ഈ വീട്ടിലെ മെറ്റീരിയൽസ് പ്രൊട്ടക്റ്റ് ചെയ്യാം. നമുക്ക് ശരിക്കും 8 പ്രോഡക്ട്സോളം ഉണ്ട്. അത് 4 കാറ്റഗറിയിലായിട്ടാണ്. അത് നമുക്ക് വുഡ്, മെറ്റൽ, ബ്രിക്ക്, സ്റ്റോണ്, കോൺക്രീറ്റ്, ഈ 4 കാറ്റഗറിയിലേക്കുള്ള പ്രോഡക്ട്സ് ആണ്. കോൺക്രീറ്റിലേക്ക് വാട്ടർ പ്രൂഫിംഗ് പെയിൻ്റ് ആണ്. പിന്നെ കോൺക്രീറ്റിൽ നമുക്ക് വോളിൽ ചെയ്യാവുന്ന ഒരു പെയിൻ്റ് ഉണ്ട്, മൾട്ടിപർപ്പസ് കോട്ടിംഗ് എന്ന് പറഞ്ഞ്. ഈ വേറെ അതും ഓയിൽ ബേസ്ഡ് ആണ്, നമുക്ക് വാട്ടർ ബേസ്ഡ് അല്ല, ഒരു ഓയിൽ ബേസ്ഡ് പെയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സ് എല്ലാം കൺവെൻഷണൽ CNSL കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഇപ്പം ഡിസൈൻ ചെയ്ത് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് എല്ലാം മോഡിഫൈഡ് റെസിൻസ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മറ്റ് ഇപ്പോൾ മാർക്കറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അത് മിക്കതും പോളിയൂറിത്തിൻ ബേസ്ഡ് ആയിരിക്കും, മെലാമിൻ ഉണ്ട്, പല റെസിൻസ് വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയും അതിനേക്കാൾ എന്ത് അഡീഷണൽ ഫീച്ചർ നമുക്ക് കൊടുക്കാമെന്നുള്ളത് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇവരെ പെയിന്റ് ചെയ്യിക്കാന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. DIY എന്താണ് സ്വന്തമായിട്ട് അജയ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു ഐഡിയ. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റിലോട്ട് തീർച്ചയായും ഓരോ പ്രോഡക്റ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പ്രോഡക്ട്സ്. 4 കാറ്റഗറിയിൽ പെടുന്ന 8 പ്രോഡക്ട്സ് ആണ്. ശരിക്കും 4 ഫീച്ചർ ഇതിനെല്ലാത്തിനും കോമൺ ആണ്. 1 ഈസ് എക്കോ ഫ്രണ്ട്ലി, 1 ഈസ് ലോങ് ലാസ്റ്റിംഗ് പ്രൊട്ടക്ഷൻ, 1 ഈസ് പ്രീമിയം ഫിനിഷ് ആൻഡ് ദ ലാസ്റ്റ് 1 ഈസ് കോസ്റ്റ് എഫക്റ്റീവ്. ഇതിൻ്റെ യുണീക്നെസ്സും അതാണ്. ഇപ്പം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് വുഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വുഡ് കെയർ പ്ലസ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു പോളിഷ് പ്ലസ് പ്രൊട്ടക്ഷൻ കോൺസെപ്റ്റാണ്. നോർമലി പോളിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിനിഷ് ചെയ്യുക, ഒരു ഭംഗി കൊടുക്കുക എന്നുള്ളതാണ്. ആണല്ലോ പോളിഷിൻ്റെ വേർഡ് മീനിങ് അത് തന്നെയാണ്. നമ്മളിപ്പോൾ ഫർണിച്ചർ പോളിഷ് ചെയ്താൽ ഒരു ഗ്ലോസി അല്ലെങ്കിൽ ഒരു നല്ല ഫിനിഷ്, നമുക്ക് തൊടുമ്പോൾ നല്ല ഫിനിഷ് ആയിട്ടിരിക്കാന്നുള്ളത്. അപ്പോൾ അതിന് പ്രൊട്ടക്റ്റീവ് ക്വാളിറ്റി വേണമെന്നില്ല. ഇതിനകത്ത് ആൻറ്റി ടെർമൈറ്റ്
ഫംഗ്ഷൻ ഉണ്ട്, ആൻറ്റി ഫംഗൽ ഫംഗ്ഷൻ ഉണ്ട്, സ്റ്റെയിൻ റെസിസ്റ്റൻറ്റ്, ഹീറ്റ് റെസിസ്റ്റൻറ്റ്, സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ്, ഇത്രയും ക്വാളിറ്റീസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് വേറെ പ്രൈമറോ ആൻറ്റി ടെർമൈറ്റ് സൊല്യൂഷൻസോ വേറെ ആൻറ്റി വാട്ടർ റെസിസ്റ്റൻറ്റ് സൊല്യൂഷൻസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിന് നമ്മൾ വേറെ വല്ല മിക്സ് ചെയ്യണം? ഒന്നും വേണ്ട. ഇതിന് ഡയല്യൂഷൻ വേണ്ടി, ബ്രഷബിലിറ്റിക്ക് വേണ്ടി അല്ലെ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി ടർപ്പന്റൈൻ, മിനറൽ ടർപ്പന്റൈൻ, MTO അല്ലെങ്കിൽ ടർപ്പന്റൈൻ യൂസ് ചെയ്യാം. വേറൊരു അഡ്വാൻറ്റേജ്, ഇതിന് ഒരു സീലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം നോർമലി വുഡ് സാൻഡിങ് സീലർ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ പോളിഷ് ചെയ്യുന്നത്. അപ്പം ഇതിനൊരു സീലിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഡ്രൈ ആയി കഴിഞ്ഞ് സാൻഡ് പേപ്പർ ചെയ്ത് സർഫസ് സ്മൂത്തൻ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് സ്പ്രേ ചെയ്യാം. അപ്പം സീലർ ഒഴിവാക്കാം, ആൻറ്റി ടെർമൈറ്റ് സൊല്യൂഷൻ ഒഴിവാക്കാം, വാട്ടർ പ്രൂഫിങ് എന്തെങ്കിലും സൊല്യൂഷൻ ചെയ്യണം, അത് വുഡ് പ്രൈമർ അത് ഒഴിവാക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒഴിവാക്കി ഒറ്റ പ്രോഡക്റ്റിൽ നമുക്ക് ഈ ഫങ്ഷൻസ് എല്ലാം കിട്ടും. ഇത് നോക്കുവാണെങ്കിൽ ഇതിൽ നമ്മൾ സീലർ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു തേക്കിൻ്റെ ഒരു പാനലാണ്, വുഡ് പാനലാണ്. ഇതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റ് ഫസ്റ്റ് കോട്ട് ബ്രഷ് ചെയ്തു, അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മൾ സാൻഡ് ചെയ്തു, സ്മൂത്തൻ ചെയ്തു, സെക്കൻഡ് കോട്ട് സ്പ്രേ ചെയ്തു. അത്രേ ഉള്ളൂ. 2 കോട്ടാണ് ആകെ ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ. ഇത് നമുക്ക് 2 ഷെയ്ഡാണ്. ഒന്ന് ക്ലിയർ ഉണ്ട്, ഒന്ന് ബ്രൗൺ, ഈ ഡാർക്ക് റെഡിഷ് ബ്രൗൺ കളറുണ്ട്. അതെ, ഈ 2 ഷെയ്ഡാണ്. ഇത് രണ്ടും നാച്ചുറൽ കളറാണ്. ഞങ്ങൾ ഒരു പിഗ്മെന്റും യൂസ് ചെയ്യുന്നില്ല. 100% നാച്ചുറൽ കളറാണ്. കാഷ്യോവിൻ്റെ കളറാണിത്. ഇത് കളർ ഇല്ലാത്ത, അത് ഞാൻ നേരത്തെ പറഞ്ഞ മോഡിഫൈഡ് റെസിൻസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആ കളർ ഇല്ലാതെ നമ്മളാക്കുന്നത്. ദിസ് ഈസ് കോസ്റ്റ്ലി. ഇതിനേക്കാളും വിലയുള്ള കോട്ടിംഗ് ആണ്. പക്ഷേ രണ്ടും ഈ പറഞ്ഞ ഡ്യൂറബിലിറ്റി, തടിയെ പ്രിസർവ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതാണ് പ്രൈമറി ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷനാണ് ഈ ഫിനിഷ് കൊടുക്കുക എന്നുള്ളത്, ഭംഗി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ സീലർ നമ്മുടെ പ്രോഡക്റ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, സീലർ യൂസ് ചെയ്തിട്ടില്ല. ഇനി സീലർ യൂസ് ചെയ്യുന്ന ഒരു ഇത് ഞാൻ കാണിച്ചില്ല. ഇത് സീലർ യൂസ് ചെയ്ത് ഒറ്റ കോട്ട് സ്പ്രേ ചെയ്തിരിക്കുന്നതാണ്. ആ പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഈ വുഡ് കെയർ പ്ലസ് പ്രീമിയം എന്നുള്ളത്. നമുക്കതിൻ്റെ റെഗുലർ ഉണ്ട്, അത് ഇതാണ് വുഡ് കെയർ പ്ലസ് റെഗുലർ. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് ഫാസ്റ്റ് ഡ്രൈയിങ് ആണ്. ഈ പ്രോഡക്റ്റ് ഒരു 40 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ഡ്രൈ ആവും. പ്രീമിയം പ്രോഡക്റ്റ് ഒരു 15 മിനിറ്റ്സിൽ ടച്ച് ഡ്രൈയും 40 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ഹാർഡ് ഡ്രൈ ആവും. റെഗുലർ എന്ന് പറയുന്നത് ഒരു 3 to 4 hours ആണ് അതിൻ്റെ കംപ്ലീറ്റ് ഡ്രൈയിങ് ടൈം. നോർമലി നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം അതാണ് ഒരു റേഞ്ച്, 3 to 4 hours ആണ് ഡ്രൈയിങ് ടൈം. പക്ഷേ ക്വാളിറ്റി രണ്ടും ഈക്വലി ഗുഡ് ആണ്. ഇതിന് പിന്നെ കവറേജ് കുറച്ചുകൂടെ കൂടുതലാണ്. ഇതിന് ഒരു 75 സ്ക്വയർ ഫീറ്റ് 2 കോട്ടിൽ ചെയ്യാൻ പറ്റും. ഇതിനാണെങ്കിൽ ഒരു 65 to 70 സ്ക്വയർ ഫീറ്റ് കിട്ടും 2 കോട്ടിൽ. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇതിന് വാറണ്ടി 5 വർഷം നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ? 5 വർഷമല്ല ശരിക്കും. ഇപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം. ഞങ്ങളുടെ കസ്റ്റഡിയിൽ 25-30 വർഷമായിട്ടുള്ള ഫർണിച്ചേഴ്സ്, റീപെയിൻറ്റ് ചെയ്യാത്ത ഫർണിച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ റേറ്റും കൂടെ പറയാമല്ലോ അല്ലേ? പിന്നെന്താ, ഇതിൻ്റെ നമ്മുടെ പ്രീമിയത്തിൻ്റെ റേറ്റ് എത്രയാണ് വരിക? ഇത് നമ്മൾ സെല്ല് ചെയ്യുന്നത്, നമ്മളിവിടുന്ന് സെല്ല് ചെയ്യുന്നത് 420 റുപ്പീസാണ് ലിറ്ററിന്. അതായത് 75 ഏരിയ കവർ ചെയ്യുന്ന ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 4 രൂപ വെച്ച് വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ്. അത് ഡ്രൈയിങ്ങിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ടാണ് അതിന് അത്രയും വില കൂടുന്നത്. ഇതിനാണെങ്കിൽ 330 റുപ്പീസാണ് വരുന്നത്. അതിന് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ 70 സ്ക്വയർ ഫീറ്റിനടുത്ത് കവറേജ് കിട്ടും. അതായത് ഏകദേശം ഒരു 3 രൂപയ്ക്കകത്തെ അതിന് ആവത്തുള്ളൂ, അങ്ങനെ സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ. ഇത് ട്രിവാൻഡ്രം ശാന്ത പെയിന്റ് ഹൗസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇത് ബേസിക്കലി അവിടെ മാത്രമേ നമ്മൾ സെല്ല് ചെയ്യുന്നുള്ളൂ, നമ്മൾ പുറത്തെങ്ങും ഇത് കൊടുക്കുന്നില്ല. കാരണം ആ ഐഡിയ കോൺസെപ്റ്റ് അവരുടെയാണ്. നമ്മൾ നമ്മൾ R&D ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അവിടെ മാത്രം എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ഇൻ ശാന്ത പെയിന്റ് ഹൗസ് ആണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഹിഡൻ ഏരിയാസിൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം വീട്ടിൽ കബേർഡ് വെക്കുന്നു, കബേർഡ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് കബേർഡിൻ്റെ ബാക്ക് സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഭിത്തിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോർമലി ഇപ്പം മഴക്കാലത്ത് വരുന്നൊരു പ്രശ്നമാണ് ഫംഗസ് അകത്തേക്ക് കയറുക എന്നുള്ളത്, ഈ തണുപ്പ് വരുമ്പം. അപ്പോൾ അതിൽ ഒരു വുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 100% വാട്ടർ പ്രൂഫ് ആക്കും. പിന്നെ അകത്തേക്ക് ഫംഗസും അതൊന്നും വരില്ല. അതുപോലെ വുഡൻ ഫ്ലോറിങ്ങിൻ്റെ അടിയിൽ നിന്ന് ചെതൽ കയറുന്നൊരു ഇതുണ്ട്. അപ്പം ഫ്ലോറിങ്ങിൻ്റെ അടിവശം ചെയ്യാം. പാനലിങ്ങിൻ്റെ ബാക്ക് സൈഡ്
ജോയിൻട്രി ഈ കട്ടള ഇത് വെക്കുമ്പോൾ അതിനകത്തൊക്കെ അങ്ങനെ ഹിഡൻ ഏരിയാസിലൊക്കെ കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിസർവേറ്റിംഗ് ഓയിലാണ്. ഇത് ശരിക്കും പുറത്ത് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വുഡ് പ്രിസർവേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഓയിൽസ് അവൈലബിൾ ആണ്. ആന്റി ടെർമൈറ്റ് ഫംഗ്ഷൻ ആണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള. ഇത് നമുക്ക് എത്ര രൂപയ്ക്കാണ് നമ്മൾ സെല് ചെയ്യുന്നത്? ഇത് അവിടെ അവർ സെല് ചെയ്യുന്നത് 275 രൂപയാണെന്നാണ് എൻ്റെ 1 ലിറ്ററിന്. അതെ. ഇതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്ന 1 ലിറ്ററിന്റെ റേറ്റ് ആണ്. 20 ലിറ്റേഴ്സ് വരുമ്പോഴത്തേക്കും റേറ്റ് പിന്നെയും കുറയും. അതെ അതെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഓൾറെഡി ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതെ അതെ. ഇത് കൺസ്ട്രക്ഷൻ സ്റ്റെയിൻ ബ്ലോക്കർ എന്ന് പറയും. അതായത് ഇത് തടിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺസ്ട്രക്ഷൻ വീട് പണി നടക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഇപ്പം പോളിഷ് ചെയ്യേണ്ട വുഡ് സൈറ്റിൽ കൊണ്ടുവന്നു, അതിനകത്ത് സിമെൻറ്റിൻ്റെയോ കോൺക്രീറ്റിൻ്റെയോ സ്റ്റെയിൻ വീഴാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അങ്ങനെ സ്റ്റെയിൻ വീണ് കഴിഞ്ഞാൽ ആ വുഡ് പിന്നെ പോളിഷ് ചെയ്യാൻ കൊള്ളത്തില്ല. അതിനകത്ത് ഡാർക്ക് സ്പോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഉള്ള ഒരു സൊല്യൂഷനാണ് ഈ കൺസ്ട്രക്ഷൻ സ്റ്റെയിൻ ഷീൽഡ്. ഇതിനകത്ത് എഴുതി കൺസ്ട്രക്ഷൻ സ്റ്റെയിൻ ബ്ലോക്കർ ഫോർ വുഡ് എന്നാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെയിൻ ഷീൽഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ടെമ്പററി കോട്ടിംഗ് ആയിട്ട് നമുക്ക് വുഡിൽ പെയിൻറ്റ് ചെയ്യാം, കോട്ട് ചെയ്ത് കഴിഞ്ഞ് സൈറ്റിൽ കൊണ്ടുവച്ചാൽ അതിനകത്ത് വെള്ളം അല്ലെങ്കിൽ സിമെൻറ്റോ എന്ത് വീണാലും വുഡിനകത്തേക്ക് പോകത്തില്ല, പുറത്ത് ബ്ലോക്ക് ചെയ്ത് നിർത്തും. അതൊരു ടെമ്പററി കോട്ടിംഗ് ആണ്. കാരണം ഇത് ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് ആ കോട്ടിങ് റിമൂവ് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്. പിന്നെ അത് പോളിഷ് ചെയ്യാം, വേറെ ഏത് പോളിഷ് ആണോ വെച്ചാൽ അത് ചെയ്യാം. അപ്പം വുഡിൻ്റെ പിന്നെ ഉള്ളത് നമുക്ക് വുഡ് സീലും വാർണിഷ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, അത് 20 ലിറ്റേഴ്സിലാണ് വരുന്നത്. അത് ശരിക്കും പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമുള്ളൊരു പ്രോഡക്റ്റാണ്. അടുത്ത് നമുക്ക് മെറ്റലിലേക്ക് പോവാം. റസ്റ്റ് പ്രൂഫ്. ഇതിൻ്റെ കോൺസെപ്റ്റ് പെയിൻറ്റ് ആൻഡ് പ്രൈമർ ഇൻ വൺ എന്നാണ്. ഇതൊരു സെൽഫ് പ്രൈമിങ് പ്രോഡക്റ്റ് ആണ്. നോർമലി പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. നമ്മൾ ഒരു മെറ്റൽ തുരുമ്പിക്കുന്ന മെറ്റൽ ആണെങ്കിൽ അത് തുരുമ്പ് റിമൂവ് ചെയ്ത് ഫസ്റ്റ് പ്രൈമർ ചെയ്യും, ദെൻ വിൽ പുട്ട് സം ഇനാമൽ പെയിൻറ്റ് അല്ലെങ്കിൽ എപ്പോക്സി ബേസ്ഡ് ഏത് പെയിൻ്റാണെന്ന് വെച്ചാൽ പെയിൻറ്റ് ചെയ്യും. അപ്പം ആ പ്രൈമറാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പെയിൻ്റ് എന്നുള്ള അതിനൊരു ബ്യൂട്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പം ഈ പ്രോഡക്റ്റ് രണ്ടും ചെയ്യും, രണ്ട് പർപ്പസും സെർവ് ചെയ്യും. ഇറ്റ്സ് എ 2-in-1 പ്രോഡക്റ്റ്. അപ്പം പ്രൈമർ വേറെ വേണ്ട. നമ്മൾ ഈ പ്രോഡക്റ്റ്, അതായത് ഇപ്പോൾ തുരുമ്പുള്ളൊരു സ്ഥലം എടുക്കുവാണെങ്കിൽ തുരുമ്പ് റിമൂവ് ചെയ്യുക, ഈ പ്രോഡക്റ്റ് 2 കോട്ട് അപ്ലൈ ചെയ്യുക. ഇത് ആൻറ്റി കൊറോസീവ് ആണ്. ഈ പ്രോഡക്റ്റ് നമ്മൾ NIST, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള NISTയിൽ നമ്മൾ ഇതിൻ്റെ കൊറോഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് ടെസ്റ്റ് ചെയ്തത് സോൾട്ട് വാട്ടർ, ആസിഡ്, ആൽക്കലി, ഈ 3 സബ്സ്ട്രേറ്റിലും നമ്മൾ ചെക്ക് ചെയ്തു. സ്പെസിമെനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്തപ്പോൾ അത് കൊറോഡ് ചെയ്യത്തില്ല, ഡീലാമിനേറ്റ് ചെയ്യത്തില്ല. ഇതിനും പ്രീമിയം ഉണ്ട്, ഇതിന് റെഗുലർ ഉണ്ട്. അതും ഞാൻ നേരത്തെ വുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡ്രൈയിങ് ടൈമാണ് അതിൻ്റെ ഒരു മെയിൻ ചേഞ്ച്. ഇതൊരു 40 മിനിറ്റ്സിനകത്ത് ഡ്രൈ ആവും. ഇത് 3 to 4 hours ഡ്രൈ ആവും. പ്രൈസ് എത്രയാണ്? ഇതിന് നമ്മൾ സെല് ചെയ്യുന്നത് 310 rupees per liter ആണ്. ഇതിനാണെങ്കിൽ 260. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു 3 രൂപ 50 പൈസയും വരും, അതിനൊരു 3 രൂപയും വരും. അതെ അതെ അതെ. ഇനി അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? അടുത്ത നമുക്ക് ബ്രിക്ക് ആൻഡ് സ്റ്റോണിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു വാർണിഷ് ആണ്. ഇത് ഡെക്കറേറ്റീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ക്ലിയർ കോട്ടിംഗ് എന്നാണ് അതിന് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ലാറ്ററേറ്റിലും വാൾ ക്ലാഡിങ്ങും ഇതിലൊക്കെയാണ്. അതെ, സ്റ്റോൺ ബേസ്ഡ് ആയിട്ടുള്ള ബ്രിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഏത് സർഫസിലും ഇത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രൊട്ടക്ഷൻ ആൻഡ് ഡെക്കറേറ്റീവ് പർപ്പസ് രണ്ടും ചെയ്യാവുന്നതാണ്. ശരിക്കും ഈ 1 ലിറ്റർ നമ്മൾ അവൈലബിൾ ആക്കി തുടങ്ങില്ല. നമുക്ക് 20 ലിറ്റേഴ്സിൻ്റെ ആണ് നമ്മൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല ഈ പ്രോഡക്റ്റ്. ഇത് ലോഞ്ച് ഇപ്പോൾ ഉടനെ ഈ അടുത്ത മാസം ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ അത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ ഉടനെ നമ്മൾ ലോഞ്ച് ചെയ്യും. പക്ഷേ എൻ്റെ 20 ലിറ്റർ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. ഇതൊരു ലാറ്ററൈറ്റ് സ്റ്റോൺ ക്ലാഡിംഗ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സർഫസ് നമ്മൾ പോളിഷ് ചെയ്തിരിക്കുകയാണ്. ഇത് ജസ്റ്റ് നമ്മൾ തന്നെ ബ്രഷ് ചെയ്തേക്കുന്നതാണ് 2 കോട്ട്. രണ്ടിടത്ത് തൊട്ട് കാഴ്ച നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കൂടാതെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. അത് ഈ കാണുന്ന വ്യത്യാസത്തിൽ ഉപരി ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതിനകത്ത് പായൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനെ വെള്ളം അകത്തോട്ട് കയറാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ഒരു ഫംഗ്ഷൻ. നമുക്ക് പറയാൻ പറ്റുമോ? ഇതിന് ഇന്റീരിയർ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 20 years ഒക്കെ നമുക്ക് ലൈഫ് പറയാം. പക്ഷേ എക്സ്റ്റീരിയർ ആണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഇത് വാളിൽ വരുന്നതാണല്ലോ, അപ്പോൾ കണ്ടിന്യൂസ് സൺലൈറ്റ് എക്സ്പോഷർ വരുമ്പോൾ ഒരു 3 to 4 years എൻ്റെ ലൈഫ് കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെയിം പ്രോഡക്റ്റ് റീകോട്ട് ചെയ്യാം. ഇതും അതുപോലെ തന്നെ. അപ്പോൾ ഇതിലും ഈ നോർമലി ഈ പായൽ വരുന്ന ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടി നമുക്കിത് കോട്ട് ചെയ്യാം. പിന്നെ ഈ ഫ്ലോറിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം, ഇത് ഗ്ലോസ് ചെയ്യാണ്ട് സ്ലിപ്പറി ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതാണ്. അതെ, അഡ്വൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു പ്രോബ്ലം ഉണ്ട്, സ്ലിപ്പറി ആവുന്നുള്ള ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. പ്രൊട്ടക്ഷൻ ഈ പറഞ്ഞ പോലെ ഗ്യാരണ്ടീഡ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, 100% വാട്ടർ പ്രൂഫ് തന്നെയാണ്. ഇത്രേ ഉള്ളൂ. വാളിൽ കൊടുക്കാം, അതേസമയം നമ്മുടെ ഫ്ലോറിൽ കൊടുക്കാതിരിക്കാനായിട്ട്. അതെ. ഇത് എത്ര റേറ്റ് വരുന്നു നമുക്ക്?
ഇത് ഞങ്ങൾ 20 ലിറ്റേഴ്സ് സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4600 റുപ്പീസാണ് 20 ലിറ്റേഴ്സിൻ്റെ ക്യാനിന് വരുന്നത്. അപ്പം അതിന് ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആയിരിക്കും 1 ലിറ്റർ വരുന്നത്. നമ്മളത് ചെയ്തിട്ടില്ല, പ്രൈസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഏകദേശം ഒരു 4500-600 റേഞ്ചാണ് 20 ലിറ്റേഴ്സിന് വരുന്നത്. അപ്പോൾ ഒരു 225 റുപ്പീസ് അല്ലെങ്കിൽ 230 റുപ്പീസ് പെർ ലിറ്ററിന് വരും. അതിനൊരു ഏരിയ പറയുന്നത് ഒരു 50 to 55 സ്ക്വയർ ഫീറ്റ് ഇൻ 2 കോട്ട്. അതായത് നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞ പോലെ ഒരു 4 രൂപയ്ക്ക് അകത്ത് വരും. അതെ അതെ. നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ വിഷ്ണു ബ്രോ പറഞ്ഞിരുന്നു നമുക്കൊരു വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അത്? അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 85-ൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്തപ്പം ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റിൽ ഒന്ന് തന്നെയാണ് ഈ ലീക്ക് സ്റ്റോപ്പ് എന്നുള്ളത്. അന്ന് എൻ്റെ കുഞ്ഞിൽ എനിക്ക് ഓർമ്മയുണ്ട്, ദൂരദർശനിൽ നമ്മൾ ആഡ് കൊടുക്കുമായിരുന്നു. ദൂരദർശനിൽ ആഡ് അന്ന് ചെയ്യുന്ന ഇപ്പോൾ എത്ര പെയിൻറ്റ് കമ്പനി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിലൊരു കാർട്ടൂണായിരുന്നു, ഒരു ഫാമിലി ഒരു കോൺക്രീറ്റ് വീടിനകത്ത് ഒരു കുടയ്ക്കകത്ത് നിൽക്കുന്നു, വീട് ഫുള്ള് ലീക്ക് ചെയ്യുന്നു, ഒരു കുടയ്ക്കകത്ത് നിൽക്കുന്നു. അന്ന് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാർട്ടൂണായിരുന്നു. അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള പ്രോഡക്റ്റ് ആയിരുന്നു ലീക്ക് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. ഇതാണ് ആ പ്രോഡക്റ്റ്, ലീക്ക് സ്റ്റോപ്പ്. അപ്പം ഈ കോൺക്രീറ്റിൽ, അതായത് ഒരു ടെറസ് ഏരിയ വരുന്ന കോൺക്രീറ്റഡ് സർഫേസിൽ നമുക്ക് ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണിത്. അപ്പോൾ ഇതിനൊരു അപ്ലൈ ചെയ്യുന്നതിനൊരു പ്രൊസീജിയറുണ്ട്, അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രാക്ക് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ലീക്ക് വരുന്നത്. അപ്പോൾ ക്രാക്കിനകത്തേക്ക് ഇത് ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് സോളിഡിഫൈ ചെയ്യും. അപ്പോൾ ഇതിനൊരു എലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, ഈ CNSL അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഫർദർ ക്രാക്ക് ഡെവലപ്പ് ചെയ്താലും അത് അതിനനുസരിച്ച് മൂവ് ചെയ്യും. എന്നിട്ട് ഇത് ശരിക്കും 2 കോട്ടാണ്. ഫസ്റ്റ് കോട്ട് 1:1 റേഷ്യോ ഡയല്യൂട്ട് ചെയ്ത് അടിക്കുന്നു, സെക്കൻഡ് കോട്ട് വിത്തൗട്ട് ഡയല്യൂഷൻ അടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് അടിയിൽ സെഡിമെന്റ്സ് ഉണ്ട്, ആ സെഡിമെന്റ്സ് സെക്കൻഡ് കോട്ടിൽ ചെല്ലണം. അപ്പം മുകളിൽ മെംബ്രെയിൻ കോട്ടിങ്ങും ആവും. അപ്പം ആ മെംബ്രെയിൻ കോട്ടിങ്ങിൽ അപ്പോൾ 2 പ്രൊട്ടക്ഷൻ, ക്രാക്കിനകത്തേക്കും പോവും, മുകളിൽ മെംബ്രെയിൻ കോട്ടിങ്ങും ആവും, പിന്നെ ലീക്ക് വരില്ല. ഇത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, അതെൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. നമുക്കിത് ബാത്റൂമിൽ ചെയ്യാൻ പറ്റുമോ? ടൈല് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാം. ഇതിന്റെ മുകളിൽ ഇത് ചെയ്ത് നമുക്ക് അഡിസീവ് വെച്ചിട്ട് ടൈൽ ഒട്ടിക്കുക, അതല്ലേ ഉദ്ദേശിച്ചത്? അത് ചെയ്യാൻ പറ്റും. അതായത് ഒരു ടൈലിന് വാട്ടർ പ്രൂഫ് ചെയ്യുന്ന സെക്കൻഡ് ഫ്ലോർ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബാത്റൂം പ്രൂഫിംഗ്. പക്ഷേ ഇത് ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞ കോൺക്രീറ്റിലാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് നടക്കുന്ന കൺസ്ട്രക്ഷനിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യാം. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പഴയ വീട് ആണ്, അപ്പോൾ അവിടെ ലീക്ക് വരുന്നുണ്ട്, ടൈലെല്ലാം ഇളക്കിയേ പറ്റൂ. ടൈൽ ഇളക്കിയിട്ട് ഇത് കോട്ട് ചെയ്യാം, അതിന്റെ മുകളിൽ ടൈൽ ഒട്ടിക്കാം. അതായത് ഇപ്പോൾ ലീക്ക് പ്രോബ്ലം ഉള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഓൺലി തിങ് അതിന്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യണം. നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊസീജിയർ അത് നമ്മൾ അതിന്റെ കൂടെ ഒരു ഇത് കൊടുക്കും, പാംപ്ലെറ്റ് കൊടുക്കും, അതിനകത്ത് അത് കാണും. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇതിൽ സെഡിമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ മെംബ്രെയിൻ കോട്ടിങ്ങിൽ വരണം. അത് വന്നില്ലെങ്കിൽ അത് ലീക്ക് ഉണ്ടാവാനുള്ള ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് എത്ര രൂപയ്ക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അത് നമ്മളൊരു 250-240 റേഞ്ചാണ് ലിറ്ററിന് വരുന്നത്. അതെ, ആ ഒരു റേഞ്ചിൽ വരുള്ളൂ. അത് 20 ലിറ്റേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതെ, അയച്ചു കൊടുക്കും. അതെ, ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ്, അതായത് ലാസ്റ്റ് കാറ്റഗറിയായ കോൺക്രീറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് മൾട്ടിപർപ്പസ് കോട്ടിംഗ്. ഇത് മൾട്ടിപർപ്പസ് എന്ന് പറയാൻ കാര്യം, ഇത് കോൺക്രീറ്റ് സർഫസിൽ ചെയ്യാം, ബ്രിക്കിൽ ചെയ്യാം, വുഡിൽ ചെയ്യാം, മെറ്റലിൽ ചെയ്യാം. ഈ ഇത്രയും സർഫസിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ്റാണിത്. അപ്പോൾ ഇത് ഓയിൽ ബേസ്ഡ് പെയിൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് വേറെ പ്രൈമർ ആവശ്യമില്ല. മറ്റേ ഞാൻ ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് പറഞ്ഞ പോലെ പ്രൈമർ ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് ഇപ്പം ചിലർക്ക് തേച്ച ഭിത്തിയിൽ വേറെ പെയിൻറ്റ് ചെയ്യേണ്ട, ഇങ്ങനെ ഏതെങ്കിലും ഒരു കളർ കിട്ടിയാൽ മതി എന്നുള്ള ഇതിനാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ബ്രിക്ക് വരുന്ന കൺസ്ട്രക്ഷൻസ് ഒരുപാടുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പോൾ അതിൽ ബ്രിക്കിന് പോളിഷ് ചെയ്യാൻ പലർക്കും ഉള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് അൺഈവനായിട്ടുള്ള കളറുകൾ, ചില വെള്ള പാച്ചസ് വരും. അപ്പോൾ അതൊക്കെ ഈവൻ ആക്കണമെങ്കിൽ പെയിൻറ്റ് തന്നെ കൊണ്ട് പോസിബിൾ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പർപ്പസ് സെർവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ മൾട്ടിപർപ്പസ് കോട്ടിംഗ്. അപ്പോൾ ഏത് സർഫസ്, മെറ്റലിൽ വേണമെങ്കിലും ചെയ്യാം, ബ്രിക്കിലും ചെയ്യാം. അപ്പോൾ ഇത് മേടിച്ചു വെച്ചാൽ വീട്ടിൽ പല ഉപയോഗങ്ങൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. മൾട്ടിപർപ്പസ് ആണത്. അതിൻ്റെ റേറ്റും ഏകദേശം ഒരു 250 റുപ്പീസ് പെർ ലിറ്റർ വരുന്നതാണ്. അതിന് ഒരു 60-70 സ്ക്വയർ ഫീറ്റ് കവറേജും ഉള്ള, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു 3 രൂപ 4 രൂപ റേഞ്ചിൽ സ്ക്വയർ ഫീറ്റിന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അതെ, ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത്, വേറെ റീറ്റെയിലൊന്നുമില്ല.
അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ കാറ്റലോഗ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കാറ്റലോഗ്, ഞാൻ അജയ്ക്ക് തരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം ഇതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സോഫ്റ്റ് കോപ്പി ഞാൻ തരാം. പലർക്കും അറിയാത്ത ഒരു ഇൻഫർമേഷനാണ്. ഈ പല രാജ്യങ്ങളിലും ലോ VOC പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് റൂളുണ്ട്. അത് ഈവൻ VOC എന്ന് പറഞ്ഞാൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് VOC. അത് എല്ലാ പെയിൻറ്റിലും ബൈൻഡേഴ്സായിട്ട് വോളറ്റൈൽ ആയിട്ടുള്ള, അതായത് എമിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പം പല ടൈപ്പ് ഉണ്ട്. സൈലീൻ, ടൊളുവീൻ, ഫോർമാൽഡിഹൈഡ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. കാർസിനോജൻ 100% കാർസിനോജനും ന്യൂറോ ടോക്സിക്കും ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ VOC എന്ന് പറയുന്നത്. പെയിൻറ്റിങ് ഫീൽഡിൽ ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ക്യാൻസർ, അത് ലങ് ക്യാൻസർ ഉണ്ട്, ബ്ലാഡർ ക്യാൻസർ, ഇത് രണ്ടും ഒരുപാട് കൂടുതലാണ് ഈ ഒക്യുപ്പേഷനിൽ നിൽക്കുന്നത്. അതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഈ വോളറ്റൈലായിട്ടുള്ള മെറ്റീരിയലാണ്, ശ്വസിക്കുക എന്നുള്ളത്. അതെ, അപ്പോൾ അത് ആരും ലീസ്റ്റ് ബോധേഡ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ അത് അറിയാൻ താല്പര്യമുള്ളവർ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഇതിലോട്ട് എനിക്ക് താല്പര്യം വന്ന ഒരു പോയിന്റ് ആ ലോ VOC ആണെന്നുള്ള ഒരു ഫാക്ടറാണ്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഞാനത് ടെസ്റ്റ് ചെയ്തു. ഞാൻ ദുബായിലെ ലാബിൽ ടെസ്റ്റ് ചെയ്തു. 72 grams per liter ആണ് നമ്മൾ ഒരു 1-2 പ്രോഡക്റ്റിൽ VOC കണ്ടന്റ്. അത് 100-ലും താഴെയാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ്. അത് ഇത്രേ ഉള്ളൂ. ഒരു ഡീലർ ത്രൂ അല്ലാതെ ഡയറക്റ്റ് കസ്റ്റമറെ എത്തിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതെ, ഒറ്റ വാക്കിൽ പറഞ്ഞു. അതെ. അപ്പോൾ ഇത്രയൊരു നല്ല കുറച്ച് പ്രോഡക്റ്റ്, അത് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് നമുക്ക് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റി. അതിന് നമ്മളോട് ഹെൽപ്പ് ചെയ്ത വിഷ്ണു തുടങ്ങി. താങ്ക് യു അജയ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ പലതരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ ചെയ്യാറുണ്ട്. പക്ഷേ അതിനകത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു ഫാക്ടർ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ തിലക് പെയിൻറ്റ്സിലെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാം. ഡയറക്റ്റുള്ള സെയിൽസാണ്, അതായത് വീട്ടിലേക്ക് ഡയറക്റ്റ് എത്തിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക, അവരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. കൂടാതെ അവരുടെ ഫേസ്ബുക്ക് പേജും ബാക്കിയുള്ള ലിങ്കുകളും ഉണ്ടാവും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും, നമ്മുടെ വീഡിയോയിൽ കണ്ടത് കൂടാതെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. ഇതുപോലുള്ള സജഷൻ കമൻറ്റുകളാണ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ ഇന്ധനമായി തരുന്നത്. മികച്ചൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.